ഇന്നത്തെ റെസിപ്പി അയല വെച്ചിട്ടുള്ള ഒരു താളിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അയലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യണത്. അപ്പോൾ ഞാൻ അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഒരു സ്പൂണ് ഉലുവ പൊട്ടിച്ചെടുക്കാം. ഉലുവ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി ചെറുതായിട്ട്, 2 വെളുത്തുള്ളി തന്നെ കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് 2 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 3 എടുക്കാം. അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും 2 പച്ചമുളകും, 2-3 പച്ചമുളക്, നമുക്ക് എരിവ് അതാണ് മെയിനായിട്ടുള്ള എരിവ്. പിന്നെ അതും ഇട്ട് അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്തെടുത്തത്. വേറെ ഒരു പൊടികളൊന്നും ചേർത്തെടുക്കുന്നില്ല. പിന്നെ ഇനി കുറച്ച് പെരുംജീരകപ്പൊടി നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടെടുത്തിട്ട് നമ്മൾ ഒരു തക്കാളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ പേസ്റ്റും അതുപോലെ ഉള്ളിയും എല്ലാം കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളിതിൽ കാര്യമായിട്ട് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തപ്പോൾ ഫസ്റ്റത്തെ പാല് കുറച്ച് കട്ടിയിലാക്കിയിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു 2-3 സ്പൂണ് പാലാണ് വേറെ മാറ്റി വെച്ചിട്ടുള്ളത്. 1/2 കപ്പോളം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാല് 2ാം പാലായിട്ട് എടുത്തിട്ട് ഒരുപാട് വെള്ളം പോലെ ഒന്നും ആക്കണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള തിക്കൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാനത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയലൻ്റെ മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അയല മീൻ ഇട്ട് കൊടുത്തിട്ട് വല്ലാതെ ഇളക്കി കൊടുക്കേണ്ട, ഉടഞ്ഞു പോകാനൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് തവ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് നീക്കി കൊടുത്തിട്ട് എല്ലായിടത്തും മസാലയിൽ അത് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് തവ വെച്ചൊന്ന് ഇതാക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാത്തിലും മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ ആക്കി കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക. അതിൽ വേവാനുള്ളൊരു സമയം മതി. അപ്പോൾ നല്ല പോലെ നമ്മൾ മീനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അത് തേങ്ങാപ്പാലിലാണല്ലോ, നമ്മൾ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. നമ്മളതിൽ ഇപ്പോൾ എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അതൊക്കെ ഇടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ്. അപ്പം അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്നാലും ഞാനിത് കാണുമ്പോൾ അയല കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ടൈം നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ, അതൊന്നും ഓപ്ഷണലാണ്, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് പറ്റാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇട്ടെടുത്തിട്ടുള്ളത്. ആദ്യമൊന്നും ഇപ്പോൾ ഉമ്മമാരൊന്നും ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇട്ടിരുന്നില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇട്ടെടുത്തപ്പോൾ ടേസ്റ്റ് തോന്നി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു.